കായംകുളം കീരിക്കാട് 334 നമ്പർ SNDP ശാഖായോഗം വക മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവ കെട്ടുകാഴ്ചയ്ക്ക് മഹാശിവ ആദിയോഗി നന്ദികേശ സമിതി അണിയിച്ചൊരുക്കി സമർപ്പിക്കുന്ന നന്ദികേശന്മാരുടെ ശിരസ്സും വഹിച്ചുള്ള ഘോഷയാത്ര നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കായംകുളം കീരിക്കാട് തെക്ക് 334 നമ്പർ SNDP ശാഖായോഗം വക മൂലശ്ശേരിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കെട്ടുകാഴ്ചയിൽ സമർപ്പിക്കാൻ മഹാശിവ ആദിയോഗി നന്ദികേശ സമിതി അണിയിച്ചൊരുക്കുന്ന നന്ദികേശന്മാരുടെ ശിരസ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സംഘടിപ്പിച്ചു. കീരിക്കാട് തെക്ക് 334 നമ്പർ SNDP ശാഖായോഗം വക മൂലശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കീരിക്കാടേക്ക് മഹാശിവ ആദിയോഗി നന്ദികേശ സമിതി അണിയിച്ചൊരുക്കുന്ന ശിരസ് ഘോഷയാത്രയാണ് കീരിക്കാടേക്ക് കാരേശ്വരി ശ്രീ ഭദ്ര ദുർഗ ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുകയാണ്. 26-ാം തീയതി നടത്തുന്ന ശിവരാത്രിയോടനുബന്ധിച്ച് രാവിലെ ഭാഗവത പാരായണവും ഉച്ചയ്ക്ക് സമൂഹ സദ്യയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. 4 മണിക്ക് ക്ഷേത്രത്തിൽ സന്നിധിയിൽ നിന്നും ശിവക്ഷേത്രത്തിലേക്ക് നന്ദികേശനെ എഴുന്നള്ളിക്കുന്നതായിരിക്കും. കീരിക്കാട് തെക്ക് 334 നമ്പർ SNDP ശാഖായോഗം വക മൂലേശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ശിവരാത്രിയോടനുബന്ധിച്ച് മഹാശിവ ആദിയോഗി നന്ദികേശ സമിതി അണിയിച്ചൊരുക്കുന്ന നന്ദികേശൻ്റെ ശിരസ് ഘോഷയാത്രയാണ് ഞങ്ങളിപ്പോൾ നടത്തുന്നത്. ഇതോടനുബന്ധിച്ച് ശിവരാത്രി 26-ാം തീയതി ശിവപുരാണം, അന്നദാനം, അങ്ങനെ വൻ പരിപാടികളോട് ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ സഹായ സഹകരണങ്ങളും നാട്ടുകാരുടെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ഘോഷയാത്ര കാരാശ്ശേരിയിൽ ശ്രീ ഭദ്ര ദുർഗ ശിവക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടിയാണ് ആരംഭിച്ചത്. വിവിധ സ്ഥലങ്ങൾ പിന്നിട്ട് മൂലേശ്ശേരിൽ ക്ഷേത്രം വഴി മഹാശിവ ആദിയോഗി നന്ദികേശ സന്നിധിയിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു. ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും നടന്നു. ഭദ്രദീപ പ്രതിഷ്ഠ ക്ഷേത്ര ദേവസ്വം സെക്രട്ടറി VM രാജഗോപാൽ നിർവഹിച്ചു. പ്രസാദ വിതരണവും ഇതിനോടനുബന്ധിച്ച് നടന്നു. ചടങ്ങുകൾക്ക് നന്ദികേശ സമിതി ഭാരവാഹികളായ ശശിധരൻ ചെറുവള്ളി പടിയത്തിൽ, ഡോക്ടർ സോമൻ ഗോകുലം, ബാബു വയലിൽ, അജിത വയലിൽ പീടികയിൽ, വിശ്വനാഥൻ വൃന്ദാവനം തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.